ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യുന്നതിൽ എൻ്റെ കട്ടിങ് വീഡിയോ പാർട്ട് 1 ആയിട്ട് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് സെക്കൻഡ് പാർട്ട് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും തയ്യൽക്കടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പീസില്ലേ, അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്നിച്ച് സെറ്റാക്കി കൊടുക്കുക. അത് തെന്നിപ്പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പിന്നില്ലേ മുട്ട് സൂചി അത് വെച്ച് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മറന്നു പോകാണ്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ്ങുമാണ് ഇപ്പോൾ ഒന്നിച്ച് വെച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ ഷേപ്പിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അറ്റത്തൂടെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജോയിൻറ്റ് മടക്കി വരുന്നില്ലേ, ഒരു മാറ്റം വരുന്നില്ലേ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ അല്ലാണ്ട്, അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മുടെ ഫാബ്രിക്കിനെ ജസ്റ്റ് തിരിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അങ്ങനെ അടുത്ത പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ സൂചി അവിടെ താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ ആ ഫുട്ട് മൊത്തത്തിലങ്ങ് പൊക്കുക. എന്നിട്ട് നമ്മുടെ ഫാബ്രിക്കിന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ കാണിക്കാറുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിന് മുന്നേ ഇട്ട വീഡിയോ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അതുകൊണ്ടാണ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡെയിലി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമുക്കെന്താ വീനക്കാണെങ്കിലൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ലൈന് മാറുന്നിടന്ന് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ അറ്റം വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ നടുക്കിലെ ലൈനിങ് ഇല്ലേ അത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ അവിടെ വരുന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പരമാവധി നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനില്ലേ, അതായത് നമ്മുടെ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ച് എത്താതെ, അതായത് സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്യുക, ചെറിയ 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 കട്ടിട്ട് കൊടുക്കുക. അത് നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അഥവാ സ്റ്റിച്ചിന് തട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ കത്രിക വെച്ചെടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് തട്ടിക്കാതാണ് നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കുഞ്ഞു 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 കട്ടിട്ട് കൊടുക്കുക, കാരണം നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ തുണീൻ്റെ ബാക്ക് വശമാണ്, അതായത് നല്ല വശമല്ല. നല്ല വശം ലൈനിങ്ങും കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് മാറിപ്പോരുത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ തുണീനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നല്ല വശം കാണുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് കറക്റ്റാക്കിയിട്ട് ആ സ്റ്റിച്ച് ഇട്ടെടുത്ത ഭാഗമല്ലേ, അതായത് കട്ടിട്ട് കൊടുത്ത ഭാഗമല്ലേ, ആ ഒരു ഭാഗവും നമ്മുടെ ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുള്ള് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആ ചെറിയ രണ്ട് പീസും അടിയിലുള്ള ചെറിയ പീസും ഇതും കൂടി ലൈനിങ്ങും കൂടെ ഒന്നിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക് ഒന്നും തന്നെ ചെയ്തില്ല, അതവിടെ ജസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സൂചി നിർത്തി വെച്ച് തുണി തിരിച്ച് മൊത്തത്തിൽ നല്ല നീറ്റായിട്ട് ഇത് ചെയ്തെടുക്കുക. ഇനി അതൊന്നുകൂടെ മറച്ചിട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ആ സ്റ്റിച്ചില്ലേ ഇപ്പോൾ ചെയ്തത്, അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ബാക്കിലായി വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കറക്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ലൈനിങ്ങിലെ തുണിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നെക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുന്നേയും വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മുടെ കുർത്തിക്കാണിലൊക്കെ നമുക്ക് ഇങ്ങനെ നെക്ക് ചെയ്തെടുത്താൽ കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അതായത് ക്യാൻവാസ് ഇല്ലെങ്കിൽ പോലും. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഈ മെയിൻ ക്ലോത്തും പിറകിൽ ലൈനിങ് ഉണ്ടല്ലോ അതും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 സ്റ്റിച്ചാണ് ആവശ്യമായിട്ട് വരുന്നത്. ആദ്യം നമ്മുടെ ലൈനിങ്ങും തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റിച്ച്, അത് കഴിഞ്ഞ് അത് വെട്ടിയെടുത്ത് നമ്മുടെ ആ ചെറിയ പീസില്ലേ ആ പീസും ഇതും കൂടെ പതിച്ചേക്കുന്നത്, പിന്നെ ഇതുപോലെ മൊത്തത്തിലുള്ള ഫൈനലായിട്ട് തയ്ക്കുന്ന സ്റ്റിച്ച്. അങ്ങനെ 3 സ്റ്റിച്ച് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ 3 സ്റ്റിച്ചും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു നെക്ക് കിട്ടും. പിന്നെ ഞാനിവിടെ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സെയിം കളർ ത്രെഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, പഴയ സാരി മുറിച്ച് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി അടിക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കറക്റ്റ് നൂല് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടുള്ളത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് അത്യാവശ്യം എടുത്ത് കാണാനും പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ സെൻറ്റർ മാർക്ക് ചെയ്യണം. കാരണം നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ആ കട്ട് കൊടുക്കാനുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് നേരെ നടുവിലൂടെ മടക്കുക. അപ്പോൾ നടക്കുന്ന സമയത്ത് ഷോൾഡർ രണ്ടും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടും. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഉള്ളിൽ നമ്മൾ കൊടുത്തൊരു ത്രികോണം പ്ലസ് ഈ ഒരു ഡിസൈൻ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ കട്ടിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ അത് കാണാൻ പറ്റില്ല, കാരണം ആ തുണിൻ്റെ മുകളിലാണ് ലൈനിങ് വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ നിഴൽ, അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത്
നോക്കിയിട്ട് എന്ത് ചെയ്യുക, ലൈനിങ്ങിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ട്രേസ് എടുക്കുക. നിഴലെടുക്കുക മീൻസ് ട്രേസ് എടുക്കുക. എന്നിട്ട് എന്താണ്, അഥവാ ട്രേസ് എടുക്കാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് മാനുവലായിട്ട് ഒന്നും കൂടെ നമ്മൾ വരച്ചെടുത്താലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഒരു സൈഡ് നമുക്ക് കിട്ടുമല്ലോ, അത് നല്ല വൃത്തിക്ക് നല്ല കട്ടിക്ക് അങ്ങ് വരച്ചു കൊടുക്കുക. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇത് തന്നെ ഒരു ട്രേസ് പോലെ എടുക്കേണ്ടതാണ്. അല്ലാണ്ട് രണ്ട് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി വരച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്താക്കുന്നു, ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ട് നല്ല അത്യാവശ്യം കട്ടിക്ക് വരച്ചതിന് ശേഷം ഇത് രണ്ടും ഒന്നിച്ചാക്കി വെച്ചിട്ട് നല്ല രീതിക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നല്ല കട്ടിക്ക് വരച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്കിതിൻ്റെ ലൈറ്റ് അല്ല എന്താ പറയണ്ട, ഈ ഒരു മാർക്കിംഗ് അല്ലേ, ആ മാർക്കിങ് ഇപ്പുറത്തെ സൈഡിലും കൂടെ കിട്ടും. അപ്പോൾ നല്ല വൃത്തിക്ക് ഒന്ന് കൈ കൊണ്ട് നല്ല അമർത്തി നമ്മൾ അയൺ ചെയ്യില്ലേ, അതുപോലെ കൈനെ കൊണ്ടാക്കിയാലും മതി. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ ലൈന് കിട്ടണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഇത് ക്യാമറയിൽ എത്രമാത്രം ലൈന് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ നമുക്ക് ലൈന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ലൈന് കറക്റ്റായിട്ട് അങ്ങ് നീട്ടി വരച്ച് ഒരു ഷേപ്പ്, അതായത് ഇപ്പുറത്തുള്ള അതേ ഷേപ്പ് ഇപ്പുറത്തെ സൈഡിലും ആക്കിയെടുക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ അത് ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇതാണല്ലോ നമ്മുടെ പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത് വരുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ആ സെൻറ്റർ കണ്ടുപിടിച്ച് മാനുവലായിട്ട് വരച്ചാലും മതി. ഇപ്പോൾ താഴത്തെ പാർട്ട് കിട്ടിയിട്ടുണ്ടായില്ല, അപ്പോൾ എന്ത് താഴേക്കുള്ള ലൈന് വരച്ച് അപ്പുറം ഇപ്പുറം ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ലൈനില്ലേ, ആ വളഞ്ഞിട്ട് ആം ഹോളിൽ വന്ന കർവ്, അത് എന്ത് ചെയ്യുക, താഴോളം നല്ല രീതിക്ക് വൃത്തിക്ക് നേരെ ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ സ്റ്റിച്ച് കട്ട് ചെയ്ത് ആ കറക്റ്റ് നമ്മൾ ആം ഹോളിൽ നിന്ന് ആ താഴത്തേക്കുള്ള ലൈൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ആ ട്രയാങ്കിൾ ഷേപ്പ് കടത്തണം നിന്നോട്ടെ. നോർമൽ ബ്ലൗസിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കട്ടിങ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിന് ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം ഭംഗിക്ക് നിൽക്കുകയും ചെയ്യും. പിന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കൂടിയും എന്താ നമുക്ക് സാരീൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി, ഈ രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്തല്ലോ. ഇനി എന്ത് ചെയ്യുക, ആ മടക്കിലൂടെ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആ സെൻറ്ററിൽ ഒന്ന് മടക്കി പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ഇടണം. സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ ആദ്യം ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് ലൈനിങ്ങും ഫാബ്രിക് എല്ലാം ഒന്നിച്ച് വരണേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഇതിൽ ആ ലൈൻസില്ലേ, ആ ഒരു ട്രയാങ്കിൾ പോലത്തെ ആ ഒരു ലൈന് വെച്ചിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ആ പോയിൻ്റില്ല, ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റ് വരെയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വളച്ചിട്ട് നമ്മുടെ ഈ ആം ഹോളിലുള്ള കർവില്ലേ, നമ്മൾ ആദ്യം ഓൾറെഡി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു, ആ സ്റ്റിച്ചിലേക്ക് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഇതിങ്ങനെ മാറ്റി കൊടുക്കണേ. നമ്മൾ അതായത് നേരെ വെച്ച് വളച്ചടിക്കാണ്ട് ആ പോയിൻ്റ് വരെ ത്രികോണം അടിച്ചതിന്, അതായത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ മേലെയുള്ള പോയിൻ്റില്ലേ, ആ പോയിൻ്റ് വരെ തയ്ച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ തുണി ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഇങ്ങറ്റം ആ ആം ഹോളിൻ്റെ ആ കർവില്ലേ അതുവരെയും സ്റ്റിച്ച് ചെയ്ത്. എങ്ങനെ ഈ സ്റ്റിച്ച് വന്നേന്നുള്ളത് ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ നമ്മൾ സാധാരണ ഇതിങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് തന്നെ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ, നമ്മൾ കംപ്ലീറ്റ് പ്രൊഫഷണൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് അല്ല ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ബ്ലൗസ്, അങ്ങനെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്താ, രണ്ട് സൈഡും ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ എന്താ മൂന്നാക്കി മുറിച്ചിട്ട് ജോയിൻ ചെയ്താലും ഇങ്ങനെ തന്നെ കിട്ടും, ഇങ്ങനെ ചെയ്താലും ഇത് കിട്ടും. അപ്പം കുറച്ചുകൂടെ ബെറ്റർ. സമയമില്ലാത്തപ്പൊക്കെ ഇതാണല്ലോ നമുക്ക് നല്ലത്. അങ്ങനെ എന്ത് ചെയ്തു, രണ്ട് സൈഡും ചെയ്തെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ഇതാ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ നോർമൽ എന്താ പ്രിൻസസ് കട്ട് ബ്ലൗസ് അതുപോലെ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ രണ്ട് സൈഡും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ അയൺ ചെയ്താൽ ഇച്ചിരി കൂടെ നന്നായിരിക്കും. ഇനി ഇതിന് താഴെ ഇച്ചിരി ലൈനിങ് എക്സ്ട്രാ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ടിൽ നെക്ക് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. ഇവിടെ ഞങ്ങളൊരു യു പോലത്തെ നെക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുന്നതായതുകൊണ്ട് നമ്മൾ കെട്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു രീതിയിൽ തയ്ക്കണം. ഇതൊരു നോർമൽ ബ്ലൗസ്. അപ്പോൾ എന്താ യു പോലത്തെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത്. അതായത് ഫസ്റ്റ് നമ്മുടെ നല്ല വശം ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്ട്രാ വന്ന ലൈനിങ് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എക്സ്ട്രാ വന്ന ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ആ കട്ടും ലൈനിങ്ങും കൂടെ കൂട്ടി പതിച്ച് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ലൈനിങ് പിന്നിലാക്കി തയ്ച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റത്തെ ലൈനിങ് പിന്നിലാക്കി തയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ട് പാർട്ടും കൂടെ നമുക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വൃത്തിക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ ഉണ്ടല്ലോ, ആ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളെ ഈ ബാക്ക് പാർട്ടില്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത്, ആ ബാക്ക് പാർട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം.
ഓക്കെ, അപ്പം മുകളിലേക്ക് വെക്കുമ്പോൾ നോക്കിക്കേ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ 2 നെക്കും ഒന്നിച്ച് വെക്കുക. ഒന്നിച്ച് വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നല്ല കറക്റ്റായിട്ട് ആ ഫാബ്രിക് രണ്ടും ഒന്നിച്ച് വരണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ലൈനിങ് പിന്നിലേക്ക് ആയി കൊടുക്കുക. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ ഫാബ്രിക് രണ്ടും ഒരു സൈഡിലും ലൈനിങ് രണ്ടും ഒരു സൈഡിലായിരിക്കണം ഉണ്ടാവുന്നത്. എങ്ങനെ ഇത് ഷോൾഡർ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നല്ല ഞാൻ ഇതിന് മുന്നേ കിഡ്സ് ഫ്രോക്ക് ചെയ്യുന്ന വീഡിയോ നല്ല രീതിക്ക് വൃത്തിക്ക് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ജസ്റ്റ് ഷോൾഡർ ഒന്നിച്ച് സെറ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഷോൾഡർ രണ്ടും സെറ്റായി കഴിഞ്ഞ് ജസ്റ്റ് ആ ലൈനിങ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഷോൾഡർ ജോയിൻ കിട്ടും. അല്ലാണ്ട് ജസ്റ്റ് രണ്ട് കൂട്ടിയിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കാണുമല്ലോ. ഇതങ്ങനെയൊന്നും കാണില്ല. അപ്പോൾ ഇതാ ഫാബ്രിക്കും ഒരു സൈഡിലും ലൈനിങ്ങും ഒരു സൈഡിലും ആകുന്ന രീതിയിൽ വെക്കുക. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് വിഷ്വൽസ് കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ മതി. എൻ്റെ മെജോറിറ്റി ഓഫ് വീഡിയോസും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വിഷ്വൽ കണ്ടാൽ മനസ്സിലാകുന്ന രീതിക്കാണ് ഞാൻ വീഡിയോസ് അധികം ചെയ്യാറ്. കാരണം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനിങ്ങനെ പഠിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോൾഡറും ചെയ്തു, രണ്ടാമത്തെ ഷോൾഡറും ചെയ്തു. അപ്പോൾ ഷോൾഡറും നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ട് രണ്ടും ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള പരിപാടികൾ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ആ ലൈനിങ് ഒക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിലുള്ള ഒരു അവസാനത്തെ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, അത് ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഭംഗി കിട്ടുമേ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു റൗണ്ടായിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് നെക്കും കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിങ്ങനെ പിടിച്ച് നമ്മൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ബ്ലൗസിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവേ. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രിൻസസ് കട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു കട്ട് കാണുമ്പോൾ സാധാ പ്രിൻസസ് കട്ട് നമ്മൾ തയ്ച്ചതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഇനി പറയുന്ന സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. അതായത് നമ്മുടെ ലൈനിങ്ങും ഫാബ്രിക്കും കൂടെ തെന്നിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതായത് ലൈനിങ്ങും ഫാബ്രിക്കും കൂടെ വെച്ചിട്ട് മൊത്തത്തിലൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യണമെന്നില്ല, കാരണം ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ പഴയ മുണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവിടെ ഉറപ്പിച്ച് വെച്ച് സ്റ്റിച്ചിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ താഴത്തെ വശം മടക്കി തയ്ച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ നിങ്ങൾ മടക്കി തയ്ക്കാണ്ട് ജസ്റ്റ് അവിടെ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യാറ്. അതായത് അത്യാവശ്യം പ്രൊഫഷണലായിട്ട്, പ്രൊഫഷണലല്ല കാണുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലർ നേരെ തുന്നുമായിരിക്കും, എനിക്കറിയില്ല. നമ്മൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ഒരു 3.5 ഇഞ്ച്, കറക്റ്റ് ഒരു അളവൊന്നുമില്ല, 3.5 ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റ് ഒന്നും അളന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു അളവെടുത്ത് നമ്മുടെ ലെങ്ത്തിന് കണക്കാക്കിയിട്ട് മുറിച്ചെടുത്തു. എന്നിട്ട് അതെന്ത് ചെയ്തു, നമ്മുടെ ഈ നല്ല ഫാബ്രിക്കിൻ്റെ നല്ല വശവും അതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തു. അപ്പോൾ താഴെ എക്സ്ട്രാ ലൈനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാവേ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ആ സ്റ്റിച്ച് നിവർത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ തുണി മടക്കി വെച്ചിട്ട് അവിടെ എക്സ്ട്രാ വന്നൊരു ഇതുണ്ടല്ലോ നമ്മളിപ്പോഴത്തെ, അതിന് കണക്കാക്കിയിട്ട് അതും നമ്മൾ ഈ എക്സ്ട്രാ വെച്ച തുണിയും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ നെക്ക് ചെയ്തിട്ടുണ്ടായില്ലേ, അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു കട്ട് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ ഇവിടെ ഒരു ചെറിയ പീസ് ഉണ്ടാവും, നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഇത് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. അത് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ മടക്കിയിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇവിടെ കുറച്ച് ഭാഗം വന്നില്ലേ, ആ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തുന്നി കൊടുക്കേണ്ടത്. കാരണം സ്റ്റിച്ച് ചെയ്ത ഭംഗി ഉണ്ടാവും, പക്ഷേ കൈ കൊണ്ട് തുന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നീറ്റായിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഓപ്പണിങ് മറ്റും ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് മുമ്പ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ബാക്ക് എടുത്തിട്ട് ഷോൾഡർ എന്ത് ചെയ്യുക, നല്ല കറക്റ്റായിട്ട് ഒന്നിച്ച് ഒപ്പിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഉള്ളിലെ ലൈനിങ് ഒക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് നല്ല സെറ്റാക്കി വെച്ച് കൊടുക്കണേ. എന്നാൽ മാത്രമേ ഇത് ഒന്നിച്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് അത് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ നല്ല രീതിക്ക് മടക്കി കൊടുത്താൽ അടിയിൽ സെൻറ്റർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടോ ടാപ്പ് വെച്ചിട്ടോ അളന്നിട്ട് സെൻറ്റർ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ മടക്കിയാലും ഇച്ചിരി നന്നായിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മടക്കി ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്റർ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഇങ്ങനെ കിട്ടുന്നില്ല. ഇപ്പം നല്ല തുണിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില തുണി ഇങ്ങനെ ഒഴുകി കളിക്കുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ അളന്നിട്ട് അതിൻ്റെ സെൻറ്റർ എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ട് അവിടെ മാർക്ക് ചെയ്താലും മതി. എങ്ങനെയായാലും നമുക്ക് ആ സെൻറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ സെൻറ്റർ കണ്ടുപിടിച്ച് അവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് ഇത് നേരെ മേലേക്ക് നീട്ടി വരച്ചു കൊടുക്കുക. ഒരു സ്കെയിലോ മറ്റോ വെച്ചിട്ട് നീട്ടി വരച്ചാൽ മതി. ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കെയിൽ കണ്ടില്ല, അപ്പോൾ മുന്നിൽ കണ്ടത് ഈ ഒരു സ്കെയിലാണ്. അപ്പോൾ എന്തോ വരച്ചിട്ട് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നീട്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഓപ്പണിങ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ വരേൻ്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ഇഞ്ചോ ഒരു 2-3 സെൻറ്റിമീറ്റർ ചെറിയൊരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, ഈ വരക്ക് തട്ടാതെ വരേൻ്റെ ലെഫ്റ്റ് സൈഡിലും അത് കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് സൈഡിലും സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, താഴോളം സ്റ്റിച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ആ ലൈനിലാവാണ്ട് ശ്രദ്ധിക്കണം, കാരണം ലൈനിലായിക്കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ, ഇത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി അത് എന്താ, നമ്മുടെ ആ ലൈനിൻ്റെ 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ, ഇനി ആ ലൈനിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ചിലും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ അതാ 2 സൈഡിലും അറ്റത്ത് കുറച്ച് കട്ട് ചെയ്യണ്ടാവും, അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിലുള്ള ഓപ്പണിങ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റിച്ച് ചെറിയ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി എന്ത് ചെയ്യണം, ഇവിടെ വേണം നമ്മൾ എക്സ്ട്രാ പീസസ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ എക്സ്ട്രാ പീസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അതേ ലെങ്ത്തിൽ ഒരു 3.5 ഇഞ്ച് വീതിക്ക് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ജസ്റ്റ് മേലെ വെക്കുക, ഒരു മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഇത് താഴോളം ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു മടക്ക് നമ്മൾ തുണിയൊക്കെ നേരെ കറക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ ഹൂക്കും അതിൻ്റെ ഹോൾസൊക്കെ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് താഴോളം നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് അത് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമല്ലോ. അത് നമുക്കിനി മടക്കി തയ്ച്ച് കൊടുക്കണം. മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മടക്കുക. അതായത് നമ്മുടെ ആദ്യമേ ഉള്ള പീസില്ലേ അവിടുത്തെ കണക്കിട്ട്, എന്നിട്ട് വീണ്ടും ബാക്കിലേക്ക് മടക്കുക. ഈ രണ്ടാമത് മടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ലേ, അതായത് സ്റ്റിച്ചിട്ട് നമ്മൾ തുണീനെ നമ്മൾ 2 പീസാക്കിയില്ലേ, ആ പീസാക്കിയതിന് കണക്കായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുക, കറക്റ്റ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കാരണം എക്സ്ട്രാ പുറത്ത് വെക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണോ നേരത്തെ ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത് ആ അളവിൽ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ, രണ്ടും കൂടെ 2 മടക്കിയിട്ട് അത് ജസ്റ്റ് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കണമല്ലോ. ഇതിങ്ങനെയുണ്ട്, നമ്മൾ നേരത്തെ മുറിച്ച അളവ് തന്നെയാണ് ഉള്ളത്, അതിൻ്റെ അപ്പുറത്തോടെ എക്സ്ട്രാ വന്നില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ 3.5 ഇഞ്ചിൽ നമ്മൾ വീതി എടുത്ത് അത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കണം, കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെന്ത് ചെയ്തു, ഒരു 4 ഇഞ്ചോ 4.5 ഇഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ അളവ് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യണം. നേരത്തെ പോലെയല്ല, ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും ഒന്നിച്ച് വെച്ച്, അപ്പോൾ നീളം ജസ്റ്റ് അതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ടാപ്പ് വെച്ചിട്ട് അളക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് 4 ഇഞ്ച് മാർക്ക് ചെയ്തതിലോട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കിത് അപ്പുറത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ തുണി നമുക്ക് ഒന്നിച്ച് വെച്ച് മേലെ ഇച്ചിരി എക്സ്ട്രാ വെച്ച് അതൊന്ന് മടക്കി എന്ത് ചെയ്യുക, താഴേക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ, ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. താഴേക്ക് കംപ്ലീറ്റ് താഴേക്കാക്കിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കത് മടക്കണം. മടക്കുമ്പോൾ എന്ത് ചെയ്തു, ഒരു മടക്കി രണ്ടാമത്തെ മടക്കില്ലേ, ആ മടക്കി എത്തുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു പീസില്ലേ അവിടെ ആയിരിക്കണം. അതായത് നേരത്തെ നമ്മൾ മടക്കിയപ്പോൾ ആ പീസിന് കണക്കായിട്ടാണല്ലോ മടക്കിയത്, ഇതങ്ങനെയല്ല, കുറച്ച് എക്സ്ട്രാ, ഈ എക്സ്ട്രാ പുറത്ത് വരുന്ന ഭാഗം തന്നെ നമുക്ക് എക്സ്ട്രാ കിട്ടണം. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതായത് നമ്മൾ ആ ജോയിൻ ചെയ്ത പാർട്ടില്ലേ, നേരത്തെ നമ്മൾ ജോയിൻ ചെയ്ത പാർട്ടിലൂടെയാണ് മടക്കിയത്, എന്നാൽ ഇത് ആ ജോയിൻ ചെയ്ത പാർട്ട് വരെയാണ് മടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ വരും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിങ്ങനെ മടക്കിയിട്ട് അത് മുകളിൽ നിന്ന് താഴെ വരെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നിടക്ക് നൂലൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് ഫുൾ പ്രശ്നങ്ങളായിരുന്നു. അവസാനം പകുതി 3/4 ഭാഗം അടിക്കാൻ നമുക്ക് കറണ്ടും പോയി, പിന്നെയും കാത്തിട്ടാണ് ബാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് താഴെ വരെ നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് ധൈര്യത്തിൽ നിന്നും പറഞ്ഞിട്ട് വീണ്ടും കുറേ സ്റ്റിച്ച് അടിക്കുന്നുണ്ട്. പക്ഷേ നൂലും ഒന്നും സഹകരിക്കുന്നുണ്ടായിട്ടില്ല ഇന്ന്. അപ്പോൾ എന്താക്കി, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഒരു സൈഡ് കറക്റ്റും ഒരു സൈഡ് ഇച്ചിരി എക്സ്ട്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഹൂക്കും ഒന്നിൽ ഹോൾസുമാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഈ എക്സ്ട്രാ വന്ന പീസിലാണ് നമ്മൾ ഹുക്ക് വെക്കേണ്ടത്, അപ്പുറത്ത് ഹോൾസും വെക്കണം. അപ്പോൾ അത് ഹോൾസും ഹുക്കും നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ മടക്കി നമുക്ക് തുന്നണം എന്ന് പറഞ്ഞിട്ടൊരു പീസ് വെച്ചിട്ടുണ്ടായില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലും വെച്ച് കൊടുക്കുന്നുണ്ട്.
അത് നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ ഇല്ലാണ്ട് മടക്കി തയ്ക്കുന്നതാണെങ്കിൽ വിഷയമൊന്നും വരുന്നില്ല. പക്ഷേ എന്തോ നമുക്ക് മറ്റേ രീതിക്ക് തയ്ച്ചപ്പോഴും തുന്നിയപ്പോഴും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ഒരു പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ അടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ക്യാൻവാസൊക്കെ വെച്ച ഒരു ലുക്കിൽ കിട്ടുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ പെർഫെക്റ്റ് വടി പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസൊക്കെ വെക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബാക്കിലും ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് ഔട്ട്ലുക്ക് ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ തയ്ച്ച് കാണിച്ചു തരുന്നുണ്ട്. സംഭവം അവിടെ തുന്നുമാണ് വേണ്ടത്. പക്ഷേ നമുക്കിപ്പം അത്യാവശ്യം തിരക്കുണ്ട്, അതുകൊണ്ട് തുന്നാനുള്ളൊരു സമയമില്ല. പിന്നെ നമ്മളിത് എന്തായാലും വീഡിയോക്ക് വേണ്ടി മാത്രം എടുത്തതാണല്ലോ, നമ്മളിത് തയ്ച്ചിട്ട് ഇടാനൊന്നും പോകുന്നില്ല. മോസ്റ്റ് പ്രോബബിളി ഇടുന്നുണ്ടെങ്കിൽ അപ്പോൾ തുന്നാനുള്ള രീതിയിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡും ബാക്കിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് 2 പീസായിട്ടുണ്ടാവുക. ആ 2 പീസും എന്ത് ചെയ്തു, നമ്മളിങ്ങനെ എക്സ്ട്രാ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ബാക്ക് 2 സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ്സ് നമ്മൾ സ്ലീവ്ലെസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സ്ലീവ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്സ് വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് സ്ലീവ്സ് എല്ലാത്തിലും സെയിം ആയിട്ടാണല്ലോ വെക്കുക. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്രോസ് പീസ് നമ്മുടെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സ്ലീവ്സ് 2 പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളെ കട്ടിങ് ആണല്ലോ കാണിക്കുന്നത്, പ്രിൻസസ് കട്ടിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സ്ലീവ്ലെസ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഫ് സ്ലീവ്സ് വെക്കാം, 3/4 സ്ലീവ് വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഈ സ്ലീവ്സ് എങ്ങനെയാണ് വെക്കുന്നത്, ഞാൻ ഓൾറെഡി അളവെടുക്കുന്നത് എങ്ങനെയാണ്, നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സ് പല ടൈപ്പ് ഓഫ് സ്ലീവ്സ് ഉണ്ടല്ലോ, ആ സ്ലീവ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 2 സ്ലീവ്സും ലെഫ്റ്റ് സ്ലീവ് റൈറ്റ് സ്ലീവും ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് ഈ സ്ലീവ്സിന് ക്രോസ് പീസ് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം എക്സ്ട്രാ സ്ലീവ് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്ലീവ്ലെസ് ആണെങ്കിൽ മാത്രം ക്രോസ് പീസ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ക്രോസ് പീസ് വെറുതെ പോകണ്ട. കാരണം അവിടെ നമ്മൾ ഓൾറെഡി സ്ലീവ് വെക്കുമ്പോൾ അതങ്ങ് കവറായി. ഈ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് പീസ് വെച്ചു, 2 സ്ലീവ്സും ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ, ബാക്കിലായി ഒരു എക്സ്ട്രാ വെച്ച പീസില്ലേ, അത് നമുക്ക് തുന്നേണ്ട പീസാണിത്. പക്ഷേ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം തുന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നല്ല ഫിനിഷിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ ഒരു പീസ് വെച്ചത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ തുന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒതുങ്ങി നമ്മളെ ബോഡിക്ക് ഫിറ്റായി നിൽക്കും. ബാക്കിൽ നമ്മൾ തുന്നിയിട്ടുണ്ട്, ഫ്രണ്ടിൽ നമ്മൾ തുന്നിയിട്ടില്ല. ജസ്റ്റ് വീഡിയോ കാണിക്കുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടേ ഉള്ളൂ. അത് നിങ്ങൾ തുന്നിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി കൂടെ ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പാക്കി എടുക്കാം. ഇപ്പം എൻ്റെ കൈ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, നമുക്ക് എന്തോ കുടുംബശ്രീ പരിപാടികളെന്തോ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ എന്നോടൊരു ബാക്കി നീ ഷേപ്പാക്കിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റി ABCD അറിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മമ്മി എനിക്ക് കോൺഫിഡൻസോടെ തന്നിട്ട് പോയി. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ജസ്റ്റ് 2 ഷോൾഡറല്ല നമ്മുടെ ബോഡി പാർട്ടിലെ 2 കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അങ്ങനെ എൻ്റെ ഒരു ഷേപ്പിലേക്ക് ഞാൻ ആക്കിയെടുത്തു. അവസാനം അമ്മ വന്ന് പിന്നെയും സ്റ്റിച്ചാക്കി തന്നു, പക്ഷെ അത് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡ്രസ്സ് ഏകദേശം ആയിട്ടുണ്ട്. അതായത് പ്രിൻസസ് കട്ട് ഒരു ബ്ലൗസ് കാണുമ്പോൾ പ്രിൻസസ് കട്ട് തന്നെയാണ്, പക്ഷേ ഒരു തട്ടിക്കൂട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നല്ല വിഷു ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് തയ്ക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു പ്രിൻസസ് കട്ട് തട്ടിക്കൂട്ടി ഇട്ടിട്ട് പോക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഇത് പരിപാടി ചെയ്യാറുണ്ട്. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കൂടിപ്പോയാൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. കറണ്ട് ഇല്ല, അതുകൊണ്ട് ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ സ്ലീവ്ലെസ് ആണ് എടുത്തിട്ടുള്ളത്. അടിയിലെ ഭാഗം കണ്ടോ, ഞാനത് മടക്കി തയ്ച്ച് വെച്ചാണ്, മടക്കി വെച്ചതാണ്, തുന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു മാറ്റം പോലെ തോന്നുന്നത്. ഇപ്പം ഞാനത് മടക്കി വൃത്തിക്ക് വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സാരീൻ്റെ കൂടെയും സ്കേർട്ടും ടോപ്പായിട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നൂലിൻ്റെ കളർ ചേഞ്ച് വന്നത് നോക്കണ്ട, ഞാൻ കയ്യിലുള്ളൊരു നൂല് വെച്ച് ചെയ്തതാണ്. ആ ഒരു പ്രിൻസസ് കട്ടില്ലേ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നില്ലേ, അവിടെയാണ് ജസ്റ്റ് മടക്കിയിട്ട് നമ്മൾ തുന്നി കൊടുക്കേണ്ടത്. അപ്പം നല്ല വൃത്തിക്ക് നിൽക്കും. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇടയ്ക്കൊന്നിങ്ങനെ ലൂസായ പോലെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് ബ്ലൗസ് ഇഷ്ടപ്പെട്ടു, ഇട്ടിട്ട് നല്ല കംഫർട്ട് ഉണ്ട്, കാണാൻ നല്ല ഭംഗി. അപ്പോൾ ബിഗിനേഴ്സായിട്ട് നിങ്ങൾക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അല്ല നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുപോലത്തെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ എനിക്ക് ഫോട്ടോസും കൂടെ അയച്ചു തന്നാൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.